ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യൻ ചലച്ചിത്രത്തിൻ്റെ പിതാവായി വിശേഷിപ്പിക്കുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ 100ാം ജന്മവാർഷികമായ 1969 മുതൽക്കാണ് ഈ പുരസ്കാരം നൽകിത്തുടങ്ങിയത്. ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ചത് ഗായികയായ ദേവിക റാണിക്കാണ്. രാജ്കുമാർ, ലതാ മങ്കേഷ്കർ, സത്യജിത് റേ, ദിലീപ് കുമാർ, ശിവാജി ഗണേശൻ, ആശാ ഭോസ്ലെ, അടൂർ ഗോപാലകൃഷ്ണൻ, ശ്യാം ബെനഗൽ, അമിതാഭ് ബച്ചൻ, രജനീകാന്ത് തുടങ്ങിയവർക്ക് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ അഭിനയ ചക്രവർത്തി മോഹൻലാലിന്. 2023 അവാർഡാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ മാസം 23 ഡൽഹിയിൽ നടക്കുന്ന ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ മോഹൻലാലിന് ഈ അവാർഡ് സമ്മാനിക്കും. 10 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഈ പുരസ്കാരം ലഭിക്കുന്ന 2ാമത്തെ മലയാളിയാണ് മോഹൻലാൽ. ആദ്യമായി ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്. 2004 അദ്ദേഹത്തിന് ലഭിച്ചത്. മലയാളത്തിന് വീണ്ടും ഒരു ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയതിൽ നമുക്കും അഭിമാനിക്കാം.